കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ, അങ്ങനല്ലേ വായിച്ചിരിക്കുന്നത്? ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ അങ്ങനെ വായിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നാം തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ അങ്ങ് കെട്ടിയാൽ മതി. കർത്താവ് നമുക്ക് വേണ്ടി, പുള്ളിക്ക് കൊട്ടേഷൻ പണിയല്ലേ പിന്നെ മൊത്തം. നമ്മൾ ഇവിടുന്ന് കെട്ടും, ബാക്കി പുള്ളി അവിടെ നിന്ന് കിട്ടും. നമ്മൾ ഇവിടുന്നോട്ട് ബാക്കി പുള്ളി അവിടെ അല്ല. അതിനകത്ത് അങ്ങനല്ല വേണ്ടേ. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഇതിനകം സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കണം. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഇതിനകം സ്വർഗത്തിലും അഴിഞ്ഞതായിരിക്കണം. അതിന്റെ അർത്ഥം, ഇനി ആദ്യം ചിന്തിച്ച ചിന്ത, 11 പേർക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥലം, 11 പേർക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. പത്രോസ് പറഞ്ഞു, നീ ആള് മോശക്കാരനല്ല, നീ മറിയയുടെ മകനാന്ന് പലരും പറയുന്നു, നീ യോസഫിന്റെ തച്ചന്റെ മകനായ ആശാരി ചെക്കനാന്ന് പറയുന്നു. അതിനപ്പുറം ഒരു വെളിപ്പാടുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്റെ പൊന്നു കൂടപ്പറപ്പെ, കാണുന്നതെല്ലാം വാ തുറന്ന് കെട്ടിയും പൂട്ടിയും നടക്കല്ലേ. നീ ഇവിടെ കെട്ടുന്നത് അവിടെ കെട്ടിയിരിക്കുന്നതിന്റെ പ്രഖ്യാപനത്തെ കുറിച്ചാണ് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. ഇത്രയേ ഉള്ളൂ. അവിടെ ഇല്ലാത്തത് ഇവിടെ പറയാനല്ല, അവിടെ നടക്കാത്തത് ഇവിടെ പറയാനല്ല. അവിടുത്തെ കുറിച്ച് നിനക്കുള്ള വെളിപ്പാടുണ്ടാകണം, നിനക്കൊരു റെവലേഷൻ ഉണ്ടാകണം. അത് കണ്ടിട്ട് അവിടെ ഉള്ളത് സഭയിൽ പ്രഖ്യാപിക്കണം. സ്വർഗത്തിൽ എന്തഴിഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ പ്രഖ്യാപിക്കാനുള്ള അധികാരത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് കൈമാറുന്നു. പടുകുഴിയിൽ പാപച്ചേറ്റിൽ കിടക്കുന്ന ഒരുത്തനോട് സുവിശേഷം പ്രസംഗിക്കാൻ, നിന്റെ പാപം മോചിക്കുമെന്ന് പറയാൻ അധികാരം അവൻ നിനക്ക് തന്നിരിക്കുന്നു. ശ്രദ്ധിച്ചോ? പടുകൂടിയിൽ പാപത്തിന്റെ ചേറ്റിക്കിടക്കുന്ന ഒരുത്തിനെ ചേർത്ത് പിടിച്ചിട്ട് ധൈര്യത്തോടെ പറഞ്ഞു, യേശു നിന്റെ പാപം മോചിക്കുമെന്ന്. അത് നിനക്ക് തന്നെ അധികാരമാ. പക്ഷേ അവനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നത് പറയാൻ നിനക്ക് അധികാരം തന്നിട്ടില്ല. രണ്ടും വ്യത്യാസം മനസ്സിലായവരെ ഓർത്ത് സ്തോത്രം. സ്വർഗം തരാത്ത അധികാരം, സ്വർഗം അഴിക്കാത്തതൊന്നും അഴിക്കാൻ, സ്വർഗത്തിൽ നടക്കാത്തതൊന്നും പറയാൻ സ്വർഗം നമുക്ക് അവകാശം തന്നിട്ടില്ല. വെളിപ്പാടുള്ളവർ അവിടുത്തെ ഹിതം പ്രഖ്യാപിക്കുന്നവരായിരിക്കും. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? ഒരു ഗൗരവമായ വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. അന്നേരം ഈ സ്വർഗരാജ്യവും സഭയും തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഹലോ, എല്ലാവരും ഉണ്ടോ? സ്വർഗരാജ്യവും സഭയും തമ്മിൽ കണക്ഷൻ, അവിടുമായിട്ട് കോണ്ടാക്ട് ഉള്ള, അവിടുത്തെ കാര്യങ്ങളെ അറിയാവുന്നവർക്ക് ഇത് പറയാൻ പറ്റും. അവിടുന്ന് അതുകൊണ്ടല്ലേ പൗലോസ് ധൈര്യത്തിൽ പറഞ്ഞേ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്ത് എന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവർ അപ്പമെടുത്ത് വാഴ്ത്ത് നുറുക്കി സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ആണോ അങ്ങനെ പറഞ്ഞില്ലേ? ഇത് സ്ഥാനം പുള്ളിക്ക് എവിടെ നിന്ന് കിട്ടി? പുള്ളി പറഞ്ഞു, കർത്താവിങ്കിൽ നിന്ന്. 3 വർഷം കർത്താവുമായിട്ട് സമ്പർക്കം പുലർത്തി പ്രാപിക്കേണ്ടത് പ്രാപിക്കുകയും കാണേണ്ടത് കാണുകയും ചെയ്തിട്ട് തിരിച്ചു വന്നവന്റെ പേരാ പൗലോസ്. അവനെ കുറിച്ച് പറയുന്നു വെളിപ്പാടിന്റെ ആധിക്യം. എന്താണ് പറയേണ്ടത്? എന്താണ് സഭയിൽ പ്രസംഗിക്കേണ്ടത്? എന്താണ് സഭയിൽ വിളിച്ചു പറയേണ്ടത്? വായിത്തു വന്നതല്ല, അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതല്ല. സ്വർഗത്തിൽ വ്യക്തമായത് വേണം ഭൂമിയിൽ പ്രസ്താവിക്കാൻ. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ? ഒരു കണക്ഷൻ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ആ സംഭവമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? സ്തോത്രം പോയൊരു പോക്ക്. അല്ലാതെ ഇത് ഈ പ്രസംഗിക്കുന്ന ഒന്നും പിടുത്തം കിട്ടണമെന്നില്ല. എന്നെ കുറ്റം പറയരുത്. കാര്യം ഈ എന്തോ കാര്യം പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് പിടുത്തം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതുമായിട്ട് സഭയും സ്വർഗരാജ്യവും തമ്മിൽ വല്ലാത്ത കണക്ഷൻ. സഭ സംസാരിക്കുന്ന മൊത്തം അവിടുത്തെ കാര്യമേ പറയും. നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ ദൈവമക്കളെ? അവിടെ അഴിഞ്ഞ കാര്യമേ ഇവിടെ അഴിയെന്ന് പറയൂ. അവിടുത്തെ മഹത്വം പ്രസ്താവിക്കാനുള്ളൊരു ധൈര്യം, അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ പറ്റും? നേരത്തെ
നേരത്തെ സ്വർഗത്തിൽ നിശ്ചയിക്കപ്പെട്ടത് പ്രഖ്യാപിക്കുക എന്നതാണ് പത്രോസിന് കൊടുത്ത അധികാരത്തിന്റെ വ്യത്യാസം. അല്ല, നമ്മൾ വിചാരിക്കുന്നവർക്ക് ചെന്ന് തുറന്നു ഇങ്ങനെ പോകാന്നല്ല. സ്വർഗത്തിലെല്ലാം സ്ഥിരമാണ്. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്. സ്വർഗത്തിലെല്ലാം സ്ഥിരമാണ്, അതിനെന്തില്ല, മാറ്റമില്ല. വചനം എന്ന് പറയുമ്പോൾ നമ്മൾ ബൈബിൾ സൊസൈറ്റി അടിച്ചെന്ന് ഈ ബുക്കിന്റെ കാര്യമാണ് പറയുന്നതെന്ന് ചിന്തിക്കരുത്. ഇത് കോപ്പിയാ, ഫോട്ടോ കോപ്പിയാണ്, സിറോക്സ് ആണ്. വചനം ആകാശവും ഭൂമിയും അതിനുള്ളതെല്ലാം ഒഴിഞ്ഞു പോയാലും മാറത്തില്ല എന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചല്ല, സ്വർഗത്തിൽ സ്ഥാപിതമായ മാറ്റമില്ലാത്ത വചനത്തെ കുറിച്ച്. നിങ്ങൾ നോക്കിക്കേ, എങ്ങനെയാണ് സമാപന കൂടാരം പണിതത്? ആരായിരുന്നു എഞ്ചിനീയർ? ആരാണ് കോൺട്രാക്ടർ? ആരാണ് പ്ലാൻ വരച്ച ആള്? ആരാ പ്ലാൻ വരച്ചേ? മുകളിൽ നിന്ന് വന്ന് അളവ്, തൂക്കം, ഒരു കുറ്റിക്ക് വേണ്ടുന്ന വെള്ളി എത്ര വേണം, ഇതിനപ്പുറം ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുതെന്ന് അന്നേ നിശ്ചയിച്ചെങ്കിൽ രക്തം കൊടുത്ത് സ്ഥാപിച്ച സഭയോട് എന്തുമാത്രം കടപ്പാടുണ്ടായിരിക്കും. ഒരണുവിട അവനവന്റെ ഇഷ്ടത്തിന് മാറ്റി പണിയേണ്ടത്, അവനവന്റെ ഇഷ്ടത്തിന് പണി നടത്തേണ്ട സ്ഥലത്തിന്റെ പേരല്ല സഭ. താക്കോല് ഞാൻ തരുന്നു, അവിടുത്തെ അറിഞ്ഞിട്ട് ഇവിടെ പ്രഖ്യാപിക്കുക, അവിടുത്തെ കാര്യം മനസ്സിലാക്കി ഇവിടെ പ്രഖ്യാപിക്കുക. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കണ്ണാടി നോക്കാതെ ഇന്ന് രാവിലെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? കണ്ണാടിയിൽ നിങ്ങളെ കണ്ടെങ്കിൽ കണ്ണാടിയിൽ കണ്ടതല്ല, നിങ്ങളുടെ പ്രതിരൂപമാണ് കണ്ണാടി. നിങ്ങൾ ഇവിടെ കാണേണ്ടതെല്ലാം, ഇവിടെ കാണിക്കേണ്ടതെല്ലാം അവിടെ എന്തുണ്ടോ അതായിരിക്കണം ഇവിടെ കാണിക്കേണ്ടത്. സത്യത്തിൽ പഴയ നിയമം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. പഴയ നിയമം മുഴുവൻ 10 കൽപ്പനയുടെ വിശദീകരണമാണ്. ഇനി നിങ്ങൾക്ക് പറയാം, ട്രാഫിക് നിയമം കണ്ടിട്ടില്ലേ? 2 തരത്തിലാണ്. ചിലത് നീ അനുസരിച്ചാൽ നിനക്ക് കൊള്ളാം. വെള്ളിമല കഴിഞ്ഞ് തെമ്മലോട്ട് പോകുമ്പോൾ അവിടെ വളവുണ്ട്, വളവിൽ ചെല്ലുമ്പോൾ 30 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 90 പോയാൽ, ഞങ്ങൾ പോലീസുകാർ അവിടെ ഇല്ലേ, കുഴപ്പമൊന്നുമില്ല. 90 പോയാൽ തൂത്തുവാരാൻ ചൂട് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കിട്ടത്തില്ല. 30 പോയാൽ നിനക്ക് കൊള്ളാം. വേറെ ചിലത് അങ്ങനല്ല. പുനലൂർ ടൗണിൽ ട്രാഫിക് ലൈറ്റ് റെഡ് കത്തിക്കിടക്കുന്നു, എൻ്റെ അളിയൻ അവിടുത്തെ എസ് ഐ എന്നും പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയാൽ ഇപ്പൊ പോലീസ് ഇല്ലേലും 1500 രൂപ വീട്ടിൽ വരും. കർശനമായി പാലിച്ചേ പറ്റും. 1, നിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നോക്കിക്കോ. 2, വേണമെങ്കിലല്ല, ഇതിനകത്തെ അംഗമാണെങ്കിൽ, ഈ പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ കർത്താവ് രക്ഷകനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അണുവിട മാറാൻ അവകാശമില്ല. ഇവിടെ പിന്നെ കെട്ടും പൂട്ടും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനൊന്നും അല്ല. ഈ പ്രമാണത്തിൽ അണുവിട മാറാൻ വ്യവസ്ഥയില്ല. ഇവിടെ പറയുന്നു കത്രിമേശ കാണുമ്പോൾ ഒന്ന് ശുശുശു എന്ന് പറഞ്ഞത് എടുക്കാവെന്ന്. അങ്ങനൊരു വ്യവസ്ഥ അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവിടുത്തെ, ഇനി ഒന്നുകൂടെ പറയാം, സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. ജില്ലാ കോടതിയുടെ ജഡ്ജി ആ വിധി വായിച്ചു പ്രസ്താവിക്കണം. പകരം അതിലൊരു വള്ളിയോ പുള്ളിയോ എഴുതി ചേർത്താൽ വിവരമറിയുമെങ്കിൽ ഈ വചനത്തോട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. പാപത്തിന് പരിഹാരം മനഃപൂർവമായുള്ള ഏറ്റുപറച്ചിലും ഉപേക്ഷിക്കലും അല്ലാതെ വേറെ പരിഹാരം